2025 റിലീസായ ഗോസ്റ്റ് ഗെയിം എന്ന വളരെ ത്രില്ലിംഗ് ആയ ഒരു കൊറിയൻ ഹൊറർ കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് രാത്രി സമയം കിടന്നുറങ്ങുന്ന നമ്മുടെ കഥാനായികയുടെ മുറി കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേര് പാർക്ക് എന്നാണ്. പാർക്ക് കിടന്നുറങ്ങുന്ന ആ മുറിയിൽ ഒരു ബബിൾ ഇങ്ങനെ പറന്നു വന്ന് പാർക്കിന്റെ മുഖത്ത് തട്ടിയത് പൊട്ടുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു സ്പ്ലാഷില് പാർക്ക് കണ്ണു തുറക്കുന്നു. ആ സമയത്താണ് പുറത്തൊരു ശബ്ദം അവൾ ശ്രദ്ധിക്കുന്നത്. ആരോ നടക്കുന്ന കണക്ക് ആ ഒരു ശബ്ദം കേട്ട് ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ കാണുന്നത് കാല് വയ്യാത്ത അവളുടെ അനിയത്തിയായിരുന്നു. ആ സമയത്ത് അങ്ങനെ അവൾ ഈ വയ്യാത്ത കാല് വെച്ച് നടക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ച് പാർക്ക് അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും മുറിയിലുണ്ടായിരുന്ന പാവ കട്ടിലിന്റെ അടിയിലേക്ക് വീഴുന്ന കാഴ്ച കാണുന്നു. അത് എടുക്കാനായി അനിയത്തി പോയത് കണ്ട് ഹെൽപ്പ് ചെയ്യാനായി പാർക്ക് അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അനിയത്തി ഒരു പ്രേതം കണക്ക് മാറി പാർക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ശ്വാസം കിട്ടാതെ പെടയുന്ന പാർക്ക് പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കും അപ്പോഴാണ് താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി സ്വപ്നത്തിൽ കണ്ട അനിയത്തി ഇപ്പോ ജീവനോടുകൂടിയില്ല. പാർക്ക് ആകെ ഡിസ്റ്റർബ് ആയിരിക്കുമ്പോഴേക്കും പാർക്കിന്റെ അടുത്തേക്ക് സിയോ എത്തി സംസാരിക്കുന്നുണ്ട്. സിയോ പാർക്കിനെ സ്വന്തം ചേച്ചിയെ കണക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പാർക്ക് ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളം പിടിച്ചതൊക്കെ കണ്ട് ആകെ ടെൻഷനിലെ സിയോ സംസാരിക്കുമ്പോൾ പക്ഷെ പാർക്ക് സിയോയെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. സ്വപ്നം കണ്ടതായിരുന്നെങ്കിലും പാർക്കിന്റെ കഴുത്തിലൊക്കെ അപ്പോഴേക്കും അവൾ തന്നെ ആ ഒരു സ്വപ്നത്തിന്റെ എഫക്റ്റിൽ നഖം വെച്ച് പോറിയ പാടുകൾ ഉണ്ടായിരുന്നു. അത് കണ്ട് സിയോ പേടിക്കുമ്പോൾ മരുന്നൊക്കെ എടുത്ത് വരാമെന്നെല്ലാം പറയുന്ന ടീം അതൊന്നും കാര്യമാക്കാതെ പാർക്ക് നേരെ അവളുടെ സിസ്റ്റത്തിന്റെ മുന്നിൽ ചെന്നിരുന്നു. അനിയത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ഫ്രണ്ട്സ് വീഡിയോ കോൾ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ 5 പേരടങ്ങുന്നതാണ് പാർക്കിന്റെ ഫ്രണ്ട്സ് ഗ്യാങ്. അതിൽ പ്രധാനമായി യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഒരു പയ്യനുണ്ട്. അവനാണ് ഇപ്പോൾ ഈ വീഡിയോ കോളും ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സിനോട് യൂട്യൂബിൽ നടക്കാൻ പോകുന്ന ഒരു കോൺടെസ്റ്റിനെ പറ്റി പറയാനായിട്ടായിരുന്നു ഈ കോൾ അവൻ വിളിച്ചത്. ആ കോൺടെസ്റ്റ് പ്രകാരം പങ്കെടുക്കുന്നവര് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. ആ വീഡിയോ ഭയങ്കര വൈറലായാൽ അതിന് മില്യൺ വ്യൂസിന് മേളിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു പ്രൈസ് മണി ആയിരിക്കും കിട്ടാനേ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവൻ പറയുന്ന ടീം അതിന് നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യും, എന്ത് ചെയ്യുന്നില്ല മറ്റു ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ഐഡിയ എന്റെ കയ്യിൽ ഉണ്ടെന്നായിരുന്നു അവന്റെ മറുപടി. അവനൊരു വീഡിയോയും കാണിക്കുന്നുണ്ട്. കുറച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒരു ഹോണ്ടഡ് ആയ സ്ഥലത്ത് പോയി എന്തോ ഒരു റിച്വൽ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ, അവിടെ പല പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ആ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് വളരെ വൈറലായ ഒരു വീഡിയോ ആണ്. ഇത് കണക്കൊരു ഐഡിയ നമ്മൾ ഫോളോ ചെയ്താൽ വീഡിയോ പെട്ടെന്ന് വൈറലാവും, നമുക്ക് ആ കോൺടെസ്റ്റിൽ വിജയിക്കാൻ സാധിക്കും, നല്ലൊരു പ്രൈസ് മണി കിട്ടുന്നെല്ലാം അവൻ പറയുന്ന ടീം ഇതൊക്കെ ആരെങ്കിലും കണ്ടാൽ വിശ്വസിക്കും, ഇത് ഫേക്ക് ആണെന്ന് കണ്ടാൽ തോന്നുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് മതി, നമുക്ക് ഫേക്ക് ആയ ഒരു വീഡിയോ എടുക്കാം, പക്ഷെ അത് വൈറലായാൽ മതി. ഈ വീഡിയോക്ക് എന്തോരം വ്യൂസ് ഉണ്ട്, ഇതേ കണക്ക് നമ്മൾ ഒരു കാര്യം ചെയ്താൽ നല്ല വ്യൂസ് കിട്ടുന്നില്ല, പ്രേതാത്മക്കളെ വിളിച്ചു വരുത്തുന്ന ഒരു റിച്വൽ ചെയ്ത് അതിന്റെ വീഡിയോ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യാം എന്നവൻ അങ്ങനെ ഐഡിയ പറയുന്നുണ്ട്. പറഞ്ഞു വന്നപ്പോ പാർക്കിന്റെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞില്ലല്ലോ. പാർക്കിന്റെ യൂട്യൂബറായ ഈ ഫ്രണ്ടിന്റെ പേര് ഡോങ് എന്നാണ്, മറ്റേ ആ പയ്യന്റെ പേര് മൂണെന്നും, പിന്നെ ഗ്യാങ്ങിലുള്ള മറ്റു 2 പെൺകുട്ടികളുടെ പേര് യുൻ എന്നും മീ എന്നുമാണ്. തുടർന്ന് അവൻ ആ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പ്രേതാത്മക്കളെ വിളിച്ചു വരുത്തി അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ച് അവരോട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു പ്രത്യേക റിച്വൽ ആണത്. പല ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ഗ്യാങ് ആയിട്ട് ഇതുപോലെ റിച്വൽ ചെയ്യാനായി പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവർ വീഡിയോ ക്യാപ്ചർ ചെയ്ത് അത്രയും വരെ പുറം ലോകത്തിന് അറിയുള്ളൂ. ഇത് ചെയ്യാൻ പോയവർക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നതൊന്നും അറിയില്ല. കാരണം അവിടെ വെച്ച് അവർ ലൈവ് സ്ട്രീം ചെയ്തതുകൊണ്ടാണ് പുറം ലോകം ഇവരിങ്ങനെ ഒരു റിച്വൽ ചെയ്യാൻ പോയി എന്നത് മനസ്സിലാക്കിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അത് വലിയൊരു മിസ്റ്ററിയാണ്. ഇനി ഒരു പക്ഷേ ഈ പോയ വിദ്യാർത്ഥികൾ അത് ഫേക്ക് ചെയ്യുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും നമ്മൾ അവിടെ പോയി ഈ കാര്യങ്ങൾ ചെയ്ത ഈ ഒരു കോൺടെസ്റ്റില് നമുക്ക് വിജയിക്കാനായി സാധിക്കും, നമ്മൾ വൈറലാവും, ഇത് തന്നെയാണ് നല്ല ഐഡിയ എന്നല്ല ഡോങ് മറ്റു ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്യുന്നു. എന്തായാലും ആ പ്രൈസ് മണിയുടെ കാര്യം ഓർത്ത് ഒപ്പം തന്നെ ആ ഒരു റിച്വൽ ബാക്കിയുള്ള ആളുകൾ ചെയ്തൊക്കെ ഫേക്ക് ആയിട്ടാണെന്നൊക്കെ ഓർത്ത് ഇവരങ്ങനെ അത് തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. ആർക്കും ആ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് അപ്പൊ അറിയില്ല. പക്ഷെ ആ ഒരു ചടങ്ങ് ചെയ്യാനായി മൊത്തം 6 പേര് വേണം, ഇവർ 5 പേരല്ലേ ഉള്ളൂ. ഈ സമയത്താണ് തന്റെ കൂടെയുള്ള സിയോയെ ഇതിലേക്ക് കൊണ്ടുവരാമെന്ന് പാർക്ക് ഓർക്കുന്നത്. പാർക്കിന് സിയോയുടെ ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇപ്പൊ 6 പേര് വേണമല്ലോ, എണ്ണം തികയ്ക്കാൻ വേണ്ടി സിയോട് ചെന്ന് ഞങ്ങളൊരു റിച്വൽ ചെയ്യാനായി പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർക്ക് തന്നെ ഒരു അനീതിയായി കാണുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്ന സങ്കടമുള്ള സിയോ അവളിങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഇതുവഴിയെങ്കിലും തങ്ങൾക്കിടയിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായാലോ എന്ന് കരുതി ഉടനടി അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ ആ വീഡിയോ ഷൂട്ട് ചെയ്യാനായി ആ റിച്വൽ ചെയ്യാനായി പോകാൻ തീരുമാനിച്ച ദിവസം റെഡിയാവുന്ന പാർക്ക് അനീതിയുടെ ഓർമ്മയ്ക്കായി ഒരു ബ്രേസ്ലെറ്റും കയ്യിലെടുത്ത് വെച്ചാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയാവട്ടെ റോഡിൽ നിൽക്കുന്ന ടൈം തന്റെ കൂടെ എന്തോ ഒന്നുള്ള കണക്ക് തോന്നുന്ന പാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ലെങ്കിലും പക്ഷെ അവളുടെ മുന്നിലുണ്ടായിരുന്ന മിററിൽ പിറകിലായി അനീതിയുടെ ആ ഒരു രൂപം അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ കണ്ട അതേ പേടിപ്പെടുത്തുന്ന രൂപത്തെ തന്നെ. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരോടൊന്നും തന്നെ അവൾ പറയുന്നില്ല. പക്ഷെ അവൾ എന്തോ ഒരു ടെൻഷനിലാണുള്ളത് എന്ന് തോന്നി കൂട്ടുകാര് എന്ത് പറ്റിന്നൊക്കെ തിരക്കുമ്പോൾ ഒന്നുമില്ലാന്നായിരുന്നു അവളുടെ മറുപടി. അങ്ങനെ ഇവർ യാത്ര ചെയ്ത് ആ ഒരു ഹോണ്ടഡ് ഹൗസിൽ എത്തുന്നു. ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെയുള്ള ആ ഒരു പ്രത്യേക കെട്ടിടത്തിലാണ് ഇവർ വീഡിയോയിൽ കണ്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികളൊക്കെ പോയി ആ ഒരു റിച്വൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരും വേറെ എവിടെയെങ്കിലും ഫേക്ക് ചെയ്യാതെ അവിടെ തന്നെ പോയി അത് ചെയ്യാം, എന്നാലേ അതിന്റെ ഒരു ജെനുവിനിറ്റി വ്യൂവേഴ്സിലേക്ക് എത്തത്തുള്ളൂ, എന്നാലേ വ്യൂസ് കൂടുള്ളൂ, വൈറലാവുള്ളൂ എന്ന രീതിക്ക് അവിടെ ചെല്ലുന്നുണ്ട്. ഈ സമയത്താണ് ആ ഒരു സ്ട്രീറ്റ് തന്നെ
തന്നെ മൊത്തത്തിൽ ശപിക്കപ്പെട്ട ഒരു ഇടമായിട്ടാണ് ആളുകൾ കാണുന്നതെന്നും അധികം പേരൊന്നും അങ്ങോട്ട് ചെല്ലാറില്ല, വലിയ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് അതെന്നും അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവർ ആ ഒരു ബിൽഡിംഗ് കണ്ടെത്തുന്നു, പാഴടഞ്ഞ ഒരു വലിയ കെട്ടിടം. അവിടെ എത്തുന്ന ആ ഒരു സമയം തന്നെ അകത്ത് കയറും മുന്നേ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കണ്ട കണക്ക് അതേ എയർ ബബിൾസ് തന്റെ അടുത്തുള്ള ഒരു കാര്യം പാർക്ക് നോട്ടീസ് ചെയ്യുന്നുണ്ട്. യാദൃശികമായിട്ട് സംഭവിച്ചതാകാമെന്നാണ് അവൾ കരുതുന്നത്. എന്തായാലും അവരങ്ങനെ ബിൽഡിംഗിൽ കയറുന്ന ടീം വലിയ ബിൽഡിംഗ് ആണ്, പാഴടഞ്ഞു കിടക്കുന്ന ഒന്നാണ്. അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ മുന്നോട്ട് അവർ നടക്കുന്ന ടീം ഈ ഒരു റിച്വൽ ചെയ്യാനായി പറ്റിയൊരു സ്ഥലമാണ് അവർ നോക്കുന്നത്, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആ സമയത്താണ് അവിടെ ചുവരിൽ വലിയൊരു ചിഹ്നം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഡോങ് ശ്രദ്ധിക്കുന്നത്. എന്തായാലും എല്ലാവരും കൂടി അത് കുറച്ചു നേരം നോക്കി നിൽക്കുന്ന ടീം പക്ഷെ ആ ഒരു ചിഹ്നത്തിൽ വളരെ പേടിയോട് കൂടിയായിരുന്നു പാർക്ക് നോക്കി നിൽക്കുന്നത്. അതിനുശേഷം ഇവർ ആ റിച്വൽ നടത്തേണ്ട സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. ഇവർ മുന്നേ കണ്ട വീഡിയോയിൽ കുട്ടികൾ ചെയ്ത അതേ സ്ഥലം തന്നെയാണ് ഇപ്പൊ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. നടുക്കായിട്ട് കുറച്ച് വെള്ളമുള്ള ഒരു വലിയ സ്പേസും അതിന് ചുറ്റും ചങ്ങല വെച്ച് കെട്ടിയ കണക്ക് 5 വലിയ തൂണുകളുമാണ് അവിടെ ഉള്ളത്. ഇതിനു മുന്നേ ഇവിടെ ചടങ്ങുകൾ ചെയ്യാനായി വന്നവരുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ ചില പാത്രങ്ങളുടെ കഷ്ണവും മറ്റുമൊക്കെ അവിടെ കാണാം. എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരെയും ഒന്ന് പേടിപ്പിക്കണം, എന്നാൽ വീഡിയോയിൽ ഇവർ ഒറിജിനലായി അഭിനയിക്കൂ എന്ന രീതിക്ക് അവനാകട്ടെ അവിടെ നിന്ന് ചില ഹൊറർ കഥകളൊക്കെ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞവരെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന യുൻ പേടിക്കുന്നില്ല. അവളാകട്ടെ അവനെ കളിയാക്കി സംസാരിക്കുമ്പോൾ അവനും ദേഷ്യം വരുന്നു. അങ്ങനെ അവരവിടെ വഴക്കുണ്ടാക്കാനായി തുടങ്ങുമ്പോൾ അതിന്റെ ഇടയിൽ കയറുന്നത് മൂണാണ്. നമ്മളിപ്പോ ഇവിടെ വന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ, അത് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ അടി ഉണ്ടാക്കാതെ, അതിനുള്ള സമയമല്ല ഇതെന്നും പറഞ്ഞ് അവൻ തടയുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനായി പറഞ്ഞ് ഡോങ് ആകട്ടെ കൊണ്ടുവന്ന ക്യാനിലെ രക്തം അവിടെ ഇങ്ങനെ സ്റ്റാറിന്റെ ഷേപ്പിൽ ഒഴിക്കണം. ഇവർ മുന്നേ വന്നപ്പോൾ ഒരു സിമ്പിൾ കണ്ടില്ലേ, ഏതാണ്ട് അതേ സിമ്പിൾ ഇവിടെ തറയിൽ റീക്രിയേറ്റ് ചെയ്യാനായി നോക്കാണ്. ഇത് എന്ത് രക്തമാണെന്ന് ചോദിക്കുമ്പോൾ മൃഗത്തിന്റെ രക്തമാണെന്നും ഈ ഒരു ചടങ്ങ് ചെയ്യാനായിട്ട് ഈ സിമ്പിൾ വരയ്ക്കാൻ രക്തം ഉപയോഗിക്കണമെന്നും അവൻ പറയുന്നുണ്ട്. ആ രക്തത്തിന്റെ കൂടെ ഇവൻ പെട്ടെന്ന് അവന്റെ കൈ മുറിച്ചും കൂടി ഒരു രക്തം മിക്സ് ചെയ്യുന്നത് കാണുന്ന കൂട്ടുകാർ പേടിക്കുമ്പോഴേക്കും നൈസായി വീഡിയോ ഓഫ് ചെയ്യാനായി പറയുന്ന അവൻ ഇതുപോലെ നമ്മുടെ രക്തവും ഈ ഒരു ചടങ്ങിൽ മിക്സ് ചെയ്യണം. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വെറുതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അങ്ങനെ ആക്ഷൻ കാണിച്ചതേ ഉള്ളൂ. ഇത് എന്റെ കയ്യിലുള്ള ഈ സ്പോഞ്ച് വഴി ഫേക്ക് ആയ രക്തമാണ് ഞാനിപ്പോ കട്ട് ചെയ്തെടുത്തത്, എന്റെ കൈയൊന്നും മുറിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിക്കുന്ന ടീം ഇതെല്ലാം കേൾക്കുന്ന പാർക്ക് എന്തോന്ന് ഓർക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ ചടങ്ങ് ചെയ്യാൻ മൊത്തം 6 പേര് വേണമല്ലോ. 5 പേര് 5 തൂണിന്റെ അവിടെ നിൽക്കണം. 6ാമത്തെ ആള് ഈ ഒരു നടുക്കുള്ള ആ ഒരു വെള്ളത്തിന്റെ അവിടെ ഇറങ്ങി പ്രധാന ചില ചടങ്ങുകൾ ചെയ്യാനായി നിൽക്കണം. ആരങ്ങനെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ആരും റെഡി ആവുന്നില്ല. ഈ സമയം പാർക്കിനെ ഇംപ്രസ് ചെയ്യാനായി സിയോ ഞാൻ നിൽക്കാന്ന് പറഞ്ഞ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. ഈ സമയം അത്രയും നേരം ആലോചിച്ചിരുന്ന പാർക്കാകട്ടെ പെട്ടെന്ന് അവളുടെ കൈമുറിച്ച് ആ ഒരു മൃഗത്തിന്റെ രക്തം കൊണ്ടവിടെ വരച്ച ആ ഒരു സിമ്പിളിന്റെ മുകളിലേക്ക് അവളുടെ രക്തം മിക്സ് ചെയ്യുന്നു. ഇത് കണ്ട് കൂട്ടുകാരാകെ ഷോക്കായി നിൽക്കുമ്പോഴേക്കും അല്ല എനിക്കൊരു ഡൗട്ട്, ഈ ഒരു ചടങ്ങ് ആക്ച്വലി ഫേക്ക് ആണെന്ന് നമ്മൾ വിചാരിച്ചത്, പക്ഷെ ഇനി അങ്ങനെ അല്ലെങ്കിലോ, അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇത് ചെയ്യാൻ പോവാ, നമുക്കൊന്ന് റിയൽ ആയി തന്നെ ചെയ്തു നോക്കാം. വെറുതെ ഇവൻ ഫേക്കായി അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോ അത് വർക്ക്ഔട്ട് ആവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മളിത് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പോകല്ലേ, അപ്പോൾ എല്ലാം റിയൽ ആയി തന്നെ ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ എന്റെ രക്തം മിക്സ് ചെയ്തത്. ഇങ്ങനെയൊക്കെ കൂട്ടുകാരോട് അവൾ പറയുമ്പോഴേക്കും ബാക്കി കൂട്ടുകാർക്ക് ചെയ്യുന്നതിൽ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട് ശരിയാവോ എന്നൊക്കെ. പക്ഷെ ഡോങ്ങിന് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കാര്യമായിരുന്നു. കാരണം അവൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ചെയ്ത് ആ വീഡിയോ അത്രയും കൂടി റിയൽ ആയി തോന്നും, അത്രയും കൂടി അത് പെട്ടെന്ന് വൈറലാവും എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. പാർക്കാകട്ടെ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇനി ഒരുപക്ഷെ ഇതുവഴി തനിക്ക് തന്റെ മരണപ്പെട്ട സഹോദരിയുടെ ആത്മാവിനോട് സംസാരിക്കാൻ സാധിച്ചാലോ, ഇത് റിയൽ ആണെങ്കിൽ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അപ്പൊ ഫേക്കായി ഒന്നും ചെയ്യേണ്ട, റിയലായി തന്നെ എല്ലാം ചെയ്ത് അനിയത്തിയുടെ ആത്മാവിനെ കണ്ട് സംസാരിക്കാലോ എന്ന രീതിക്കുമാണ്. പക്ഷെ അത് അവൾ മറ്റു കൂട്ടുകാരോട് മനസ്സിലാ ഒരു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ കൊണ്ടുവന്നിരിക്കുന്ന യെല്ലോ പേപ്പറിൽ എല്ലാവരും ആ ഒരു ആത്മാവിനോട് അവർക്ക് ചോദിക്കാനുള്ള അവരുടെ പാസ്റ്റ് ലൈഫിനെ പറ്റിയുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ചൊക്കെയുള്ള എന്തെങ്കിലും ഒരു ചോദ്യം എഴുതാനായി പറയുന്നു. അങ്ങനെ ഈ ഒരു ടീം പാർക്കാകട്ടെ അവളുടെ അനിയത്തിയെ പറ്റിയാണ് എഴുതുന്നത്. ഇത് അടുത്തിരുന്ന് സിയോ ശ്രദ്ധിക്കുമ്പോൾ പാർക്ക് എന്തോ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് സിയോയ്ക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട്. പാർക്ക് ഒരിക്കലും തന്നോട് അങ്ങനെ സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ല എന്ന ഒരു സങ്കടം ഉണ്ടായിരുന്ന സിയോ പെട്ടെന്ന് പാർക്ക് ഇങ്ങനെ അപ്രതീക്ഷിതമായി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് കണ്ട് ഭയങ്കര ഹാപ്പി ആവുന്നു. അങ്ങനെ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു ചടങ്ങിൽ പ്രധാനമായി ആ നടുക്ക് നിൽക്കുന്ന വ്യക്തിയാണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ സിയോ അത് ചെയ്യാമെന്ന് മുന്നേ സമ്മതിച്ച് വന്നിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോ സിയോയെ തലവഴി മൂടി ആ നടുഭാഗത്ത് ആ വെള്ളത്തിൽ ഇറക്കി കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് മറ്റുള്ളവർക്ക് ബാക്കി ചടങ്ങിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഡോങ് നൽകുന്നുണ്ട്. അങ്ങനെ അത് പ്രകാരം കഥക് തുറന്നു എന്ന് 6 തവണ ഒന്നിച്ചെല്ലാവരും പറയണം. അതിനുശേഷം ഇപ്പോ നീ അകത്തേക്ക് വരാനായി ആത്മാവിനെ വിളിച്ച് ആത്മാവ് വന്ന ശേഷം വേണം നമ്മുടെ ആ ഒരു ചോദ്യങ്ങൾ എഴുതിയിരിക്കുന്ന പേപ്പർ ആത്മാവിന്റെ ഉത്തരങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാനെന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ഡോങ് അങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഒന്നിച്ച് 6 തവണ ആ ആത്മാവിനെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചൊല്ലിയ ശേഷം എല്ലാവരും ആകാംക്ഷയിൽ ആത്മാവ് വരാനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡോങ് ഈ പറയുന്നതിനൊപ്പം തന്നെ ഇതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന മൊബൈൽ വഴി. പക്ഷെ അവർ ഈ ഒരു ചടങ്ങ് ആരംഭിച്ച് കുറച്ചു നേരം ആ ഒരു ചോദ്യം ചോദിച്ച് വെയിറ്റ് ചെയ്തിട്ടും ആത്മാവ് വന്ന ഒരു മട്ടും കാണുന്നില്ല. അപ്പൊ തന്നെ യുന്നാകട്ടെ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഫേക്ക് ആണെന്ന്, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഓരോ ചടങ്ങ് വെറുതെ ഇവിടെ വന്ന് സമയമൊക്കെ പോയി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അവൾക്ക് ആദ്യം മുതൽ ഈ ചടങ്ങിനോടൊന്നും താല്പര്യമില്ല. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായി സമ്മതിച്ചത് കൊണ്ടും ആ ഒരു പ്രൈസ് മണി ഓർത്തിട്ടാണ് അവളും കൂടെ വന്നത്. അങ്ങനെ യുൻ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും പാർക്ക് ഒരു കാര്യം കാണുന്നുണ്ട്. സിയോയുടെ തലയ്ക്ക് മുകളിലായി അവൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള അതേ എയർ ബബിൾസ്. കൂട്ടുകാരോടും അത് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് പാർക്ക് ചോദിക്കുമ്പോൾ എന്ത് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല
പറ്റുന്നില്ലല്ലോ എന്ന് യുൻ അവിടെ പറയുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ വെള്ളത്തിന് മുഖം മറച്ചു നിന്നിരുന്ന സിയോ വല്ലാത്ത രീതിയിൽ പെരുമാറുകയും അവളുടെ തല ആ വെള്ളത്തിൽ മുക്കി ആ കവർ മൊത്തം നനച്ച് കണ്ണിന്റെ ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കീറിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയം അവളുടെ കണ്ണ് മുഴുവൻ കറുത്ത നിറത്തിലേക്ക് മാറിയിരുന്നു. എല്ലാവർക്കും ആകെ പേടിയാവുന്നുണ്ട്. ഈ ഒരു റിച്വല് റിയൽ ആണ്, അവളുടെ ശരീരത്ത് പ്രേതം കയറിയിരിക്കുന്നെന്ന് മനസ്സിലാക്കുന്ന ഡോങ് കൂടെയുള്ളവർ പേടിക്കാതിരിക്കാൻ ഇപ്പൊ ആരും പേടിക്കാതെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഒന്നൊന്നായി ചോദിക്കാൻ തുടങ്ങും. എല്ലാം ഞാൻ കറക്റ്റായി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. അങ്ങനെ ഈ സമയം സിയോ ആകട്ടെ ഓരോരുത്തരും അവരുടെ ക്വസ്റ്റ്യൻ അവരുടെ മുന്നിലുള്ള വെള്ളം നിറച്ച കിണ്ണത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സിയോ ഓരോരുത്തർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോഴും അവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരുന്ന പേപ്പറിൽ തന്നെ അതിനുള്ള ഉത്തരവും തെളിഞ്ഞു വരുന്നുണ്ട്. ഏറ്റവും ഒടുക്കം പാർക്കിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അവൾക്ക് ആ ഒരു പേപ്പറിൽ കിട്ടുന്നത് എസ് എന്ന ആൻസർ ആണ്. അത് കണ്ട് പാർക്ക് വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം അതിൽ പാർക്ക് എഴുതിയിരുന്ന ക്വസ്റ്റ്യൻ എനിക്ക് എന്റെ അനിയത്തിയെ വീണ്ടും കാണാൻ സാധിക്കുമോ എന്നതായിരുന്നു. എന്തായാലും അപ്പോഴേക്കും പാർക്കിന് നേരെ സിയോ എടുത്ത് ചാടാനായി ശ്രമിക്കുമ്പോൾ മുന്നേ പാർക്ക് കെട്ടിയ ആ ഒരു ബ്രേസ്ലെറ്റ് സിയോയുടെ ഒരു കാലിലാണല്ലോ ഉള്ളത്. അതെന്തോ അവളെ വിടാത്ത കണക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന കണക്കുണ്ട്. പെട്ടെന്ന് അവിടെ സിയോയുടെ വായിന്ന് കറുത്ത ദ്രാവകം വരികയും അവൾ വളരെ വയലന്റ് ആയി പെരുമാറുകയും അവിടെ മുഴുവൻ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയും ലൈറ്റും ഒക്കെ അടഞ്ഞ് ഫുൾ ഇരുട്ടാവുകയും ചെയ്യുന്നു. ഈ സമയം ഡോങ് ആകട്ടെ അപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കാണ്. അവൻ ഇരുട്ടത്തും കാണാൻ പറ്റുന്ന മോഡില് ക്യാമറ ഓൺ ആക്കി അതങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ടീമാണ്. വല്ലാത്ത രീതിയിൽ കാലിങ്ങനെ വേച്ചഴച്ചുകൊണ്ട് സിയോ നടക്കാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നത്. കൂട്ടുകാരും അപ്പോഴേക്കും അത് കാണുന്നുണ്ട്. ഇത് കാണുന്ന പാർക്കിന് കാല് വയ്യാത്ത തന്റെ ആ അനിയത്തി നടന്നു വന്നിരുന്ന ആ ഒരു കാഴ്ചയാണ് ഓർമ്മ വരുന്നത്. എന്തായാലും സിയോ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ട് എല്ലാവർക്കും ആകെ പേടിയാവുന്നുണ്ട് ഡോങ്ങിനൊഴിച്ച്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ചേർന്ന് സിയോയെ ആ ഒരു വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയും തലയിലുണ്ടായിരുന്ന ആ ഒരു കവർ മാറ്റുകയൊക്കെ ചെയ്യുന്നു. ഈ സമയം അവളുടെ കാലില് ആകെപ്പാടെ മുറിവൊക്കെ പറ്റി വല്ലാത്ത രീതി ഇരിക്കുകയാണ്. അപ്പോഴും ഡോങ് ഇതൊക്കെ വീഡിയോ എടുക്കാനായി ശുഷ്കാന്തി കാണിക്കുന്നത് കണ്ട് മൂണിന് ദേഷ്യം വരുന്നു. നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതേ അനക്കം പോലും ഇല്ലാണ്ട് അവൾ കിടക്കുന്ന കണ്ടിട്ടും ഇതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ? മര്യാദയ്ക്ക് അത് നിർത്തിയിട്ട് വല്ല പോലീസിനോ ആംബുലൻസിനെയോ വിളിക്കാൻ നോക്ക്. എത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ഇവൾക്ക് വല്ലതും പറ്റിയ തീർന്നു എന്നെല്ലാം സിയോയെ പറ്റി മൂൺ പറയുന്ന ടീം. പക്ഷെ കയ്യിലുള്ള ഫോണിലൊന്നും ഒട്ടും റേഞ്ച് അവിടെ അവർക്ക് ലഭിക്കുന്നില്ല. ഈ സമയത്ത് യുന്നാകട്ടെ അവൾക്ക് മുന്നേ ആൻസർ കിട്ടിയിരുന്നല്ലോ അവൾ എഴുതിയ ക്വസ്റ്റിന്, അത് എസ് എന്നാണ്. ആ ഒരു ആൻസർ കണ്ട് ആകെ ഷോക്ക് ആയി നിൽക്കുകയാണ്. അപ്പോഴും അവൾ എന്താണ് ക്വസ്റ്റൻ ആയിട്ട് അതിൽ എഴുതിയിരുന്നത് എന്നറിയില്ല. എന്തായാലും അവൾ ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു ആൻസർ ആയിരുന്നു അത് അവളെ ആകെ ടെൻഷൻ ആക്കിയിരിക്കുന്നു. ഈ സമയം മൂണാകട്ടെ സിയോയെ എടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് പോകാനുള്ള ഡോർ തുറക്കാനായി നോക്കുമ്പോൾ അത് തുറക്കാനേ പറ്റുന്നില്ല. മൂൺ അപ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന ബേസ്ബോൾ ബാറ്റ് എടുത്ത് ആ ലോക്ക് ഓപ്പൺ ചെയ്യാനായി നോക്കുമ്പോൾ അത് ഒടിഞ്ഞു വരുന്നു എന്നല്ലാതെ അത് തുറക്കാനായി പറ്റുന്നില്ല. ഇവരുള്ള ഈ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായി ആ ഒരു ഡോറേ ഉള്ളൂ. അങ്ങനെ അവരാകെ ടെൻഷനായി നിൽക്കാണ്. ഈ സമയം ആ ഒരു കോർണറിൽ പേടിച്ച് നിൽക്കുകയായിരുന്നല്ലോ യുൻ. വല്ലാത്ത ഒരു ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുന്നവൾ അവിടെ ഒരു കൊടൂര പ്രേതത്തെ കാണുകയും അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നെ അത് അവളെ പൊസസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നില്ല. യുൻ മാത്രമേ ആ ഒരു പ്രേത രൂപത്തെ കണ്ടുള്ളൂ. ഡോങ് ആകട്ടെ ഞങ്ങളിവിടെ ഡോറ് തുറക്കാനായി പാടുവിടുമ്പോൾ നീ അവിടെ എന്താ ആകാശത്തേക്ക് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നെന്ന് പറഞ്ഞ് യുന്നിന്റെ അടുത്തേക്ക് സംസാരിച്ചുകൊണ്ട് എത്തുമ്പോഴേക്കും അവളുടെ മട്ടും ഭാവവും കണ്ട് മീക്ക് ഒരു ഡൗട്ട് വന്നുണ്ട്. യുൻ നീ ഓക്കെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നല്ല മീ ചോദിക്കുമ്പോൾ എനിക്കെന്താ കുഴപ്പമൊന്നുമല്ല യുൻ അവിടെ വല്ലാത്തൊരു രീതിയിൽ മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിക്കാൻ സാധിക്കും മുന്നേ ഡോങ്ങിന്റെ ഫോണിലെ നോട്ടിഫിക്കേഷന്റെ സൗണ്ട് വരുന്നു. പിന്നെ അവരുടെ ശ്രദ്ധ അതിലേക്ക് മാറുന്നുണ്ട്. ഡോങ് ഇതുവരെ ഷൂട്ട് ചെയ്ത ഇവിടുത്തെ വിഷ്വലൊക്കെ എങ്ങനെയോ അവന്റെ ഫോണിൽ നിന്ന് യൂട്യൂബിൽ അപ്ലോഡ് ആയിരിക്കുന്നു. അതിന് വലിയ വ്യൂസ് ഒക്കെ കിട്ടി അതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ഇതെപ്പോ അപ്ലോഡ് ആക്കിയെന്ന് അവന് തന്നെ അറിയില്ല. ഒപ്പം തന്നെ ഇവിടെ റേഞ്ച് ഒന്നും മുന്നേ വിളിക്കാനൊക്കെ നോക്കിയപ്പോൾ അവർക്ക് കിട്ടിയിരുന്നില്ലല്ലോ. പക്ഷെ എന്നിട്ട് വീഡിയോ ദേ അപ്ലോഡായി നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ എന്തായാലും റേഞ്ച് ഇപ്പൊ വന്ന് കാണുമെന്ന് ചിന്തിച്ച് അവർ വീണ്ടും പോലീസിനെയോ ആംബുലൻസിനെയോ ഒക്കെ വിളിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് വീണ്ടും ദേ സിഗ്നൽ പോകുന്നു. അവർക്ക് പുറം ലോകത്തെ കോൺടാക്ട് ചെയ്യാനായി സാധിക്കുന്നില്ല. ഇവർ ഈ റൂമിനകത്ത് ഇപ്പൊ ലോക്കായി പോയിരിക്കുകയാണ്. സിയോയ്ക്കാനൊക്കെ ഇല്ല, ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യാതെ രക്ഷപ്പെടാൻ എങ്ങനെ സാധിക്കുന്നു ഒരു പിടുത്തവും ഇല്ല. ഈ സമയം യുന്നാകട്ടെ പെട്ടെന്ന് അവിടെ വയലന്റ് ആയി പെരുമാറാൻ തുടങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡോറിനിട്ട് അവൾ സ്വന്തം തല ഇടിച്ചിടിച്ച് ചോര വരുത്തുകയാണ്. ഇത് കണ്ട് മറ്റുള്ളവർ തടയാനായി ഒരുങ്ങുമ്പോഴേക്കും അവിടെ താഴെ അനക്കില്ലാതെ കിടക്കുന്ന സിയോയുടെ നേരെയായിരുന്നു യുന്നിന്റെ നോട്ടം. മുന്നേ ഡോറിന്റെ ലോക്ക് പൊട്ടിക്കാനായി ഉപയോഗിച്ച ആ ഒരു ബേസ്ബോൾ ബാറ്റ് ഒടിഞ്ഞ് കുറച്ച് ഷാർപ്പായി ഇങ്ങനെ അറ്റത്തോടെ ഇരിക്കുകയാണ്. അതെടുത്ത് സിയോയെ അറ്റാക്ക് ചെയ്യാനായി യുൻ ഒരുങ്ങുന്നുണ്ട്. എല്ലാവരും തടയാനായി നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ വളരെ ശക്തിയോടുകൂടി അവരെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് ഡോങ് ആ ഒരു ബാറ്റ് വാങ്ങി യുന്നിനെ കുത്തിക്കൊല്ലുന്നു. അടുത്ത നിമിഷം ആരുടെ കൺട്രോളിൽ പെട്ട് അത് ചെയ്ത കണക്ക് ഡോങ് ഭയങ്കര വെപ്രാളത്തിൽ അവിടെ പെരുമാറുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി പോയിരുന്നു. മൂണാകട്ടെ യുൻ മരിച്ചു എന്ന് ഉറപ്പാവുമ്പോൾ അവളുടെ ബോഡി മാറ്റിക്കിടത്തി അതിന്റെ മുഖം തുണി വെച്ച് മൂടാനായി ഒരുങ്ങുന്ന സമയത്താണ് അവൾ മുന്നേ എഴുതിയ ഒരു ക്വസ്റ്റ്യൻ മൂൺ കാണുന്നത്. അത് വായിച്ച് അവനാകെ ഷോക്കായി നിൽക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ അപ്പോഴും എന്താണ് അതിലെന്ന് അറിയില്ല. ഈ സമയം എന്തിനാണ് നീ അത് ചെയ്തതെന്ന് ചോദിച്ചു മീ ഡോങ്ങിനോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല എങ്ങനെ സംഭവിച്ചതെന്ന്, ഞാൻ എന്തിനാ അവളെ കൊല്ലുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആരോ തന്നെ കൺട്രോൾ ചെയ്ത് ചെയ്യിച്ച കണക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റി ഡോങ് അവിടെ പറയുന്നുണ്ട്. ആ സമയം മൂൺ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം മുന്നേ തന്നെയുണ്ട്, അതുകൊണ്ടല്ലേ അവളിത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഈ പേപ്പറിൽ എഴുതിയിരുന്നതെന്ന് പറഞ്ഞ ആ പേപ്പർ കാണിക്കുമ്പോഴാണ് യുൻ അതിൽ എഴുതിയിരുന്നത് എനിക്ക് ഡോങ്ങിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നതായിരുന്നെന്നും അതിന് ആ ഒരു പ്രേതം നൽകിയ ഉത്തരം നോ എന്നതായിരുന്നെന്നും അവിടെയുള്ളവർ കാണുന്നത്. പറ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് മൂൺ ചോദിക്കുമ്പോൾ ഡോങ്ങിന് അത് പറയേണ്ടി വരികയാണ്. അതായത് യുന്നിന് അവരുടെ സ്കൂളിൽ ഒരു ടീച്ചറുമായി റിലേഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കുന്ന ഡോങ് അതിന്റെ വീഡിയോ രഹസ്യമായി
രഹസ്യമായി പകർത്തുകയും അതുവഴി യുന്നിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവൾക്ക് ബന്ധമുണ്ടായിരുന്നത് ക്ലാസ് ടീച്ചറുമായിട്ടായിരുന്നു. ക്ലാസ് ടീച്ചർ വിചാരിച്ച തന്റെ എക്സാമിനൊക്കെ നല്ല മാർക്ക് ആൾക്ക് ഇട്ട് തരാൻ പറ്റും, യുന്നിനെ അതിന് യൂസ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ കാണിച്ച് ഡോങ് യുന്നിനെ എപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ആ ഒരു പേടി യുന്നിനും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നതുകൊണ്ട് തന്നെ ഇവന്റെ അടുത്ത് നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവുമെന്ന് അറിയാതെ അതിനുള്ള വഴികളായിരുന്നു അവൾ ആലോചിച്ചിരുന്നത് മുഴുവൻ. എന്തായാലും ഈ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറയേണ്ടി വരുന്ന ഡോങ്, എനിക്ക് പക്ഷെ അവളെ ആ ഒരു വീഡിയോ കാണിച്ച് ജസ്റ്റ് ആദ്യം ഭീഷണിപ്പെടുത്താനേ പറ്റിയിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം എന്റെ ചില സീക്രറ്റ്സും അവൾ അപ്പോഴേക്കും കണ്ടുപിടിച്ച് അത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറയുമ്പോൾ അതൊന്നും നീ പറയണ്ട. നിന്റെ സീക്രറ്റ് അവള് മനസ്സിലാക്കിയപ്പോ അതിന് പകരമായിട്ട് നീ അവളെ ഇപ്പൊ കൊന്നതാ, അത് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായിരുന്നില്ല. മൂൺ അവിടെ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞോണ്ട് അവളെ കൊന്നല്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ഇവിടെ നടന്നുമൊക്കെ ആ സമയത്ത് തന്റെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ടായിരുന്ന മൊബൈലിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവുന്ന ധാരണയിൽ ഡോങ് അത് പരിശോധിക്കുമ്പോൾ അതെ, ഡോങ് യുന്നിനെ കുത്തുന്നതൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് നോക്കുന്ന ടീം അവനൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നു. അവന്റെ കാല് വേച്ച് ആരും അവനെ കൺട്രോൾ ചെയ്യുന്ന കണക്കാണ് അവൻ നടക്കുന്നത്. അവൻ അതിനെപ്പറ്റി മൂണിനോട് പറയുമ്പോൾ ചിലപ്പോ നീ ആ കുത്താൻ പോയ സമയത്ത് നിന്റെ കാല് വല്ല ഉളുക്കിയതായിരിക്കും എന്ന് മൂൺ അപ്പോഴും ഡോങ് മനഃപൂർവ്വം യുന്നിനെ കുത്തിയതാണെന്ന് എതിർക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല, ഞാൻ മനഃപൂർവ്വം കുത്തിയതല്ല എന്നിങ്ങനെ ഡോങ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് പൊട്ടിതേ ഡോങ്ങിന്റെ ശരീരത്തേക്ക് കുത്തിയിറങ്ങി ഫുള്ള് രക്തം ചീറ്റുന്നുണ്ട്. ഉടനെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ലൈറ്റുകളും ഓഫ് ആയി പോകുന്നു. മൂൺ വേഗം ഒരു ടോർച്ച് എടുത്ത് ഓണാക്കി നോക്കുമ്പോൾ അവിടെ ഡോങ്ങിനെ കാണുന്നില്ല. പക്ഷെ അവന്റെ ശരീരത്തിൽ നിന്ന് ചീറ്റിയ രക്തപ്പാടുകൾ അവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു ചുവരിന്റെ അവിടെ നേർരേഖ വരച്ച കണക്ക് ആ ഒരു രക്തത്തിന്റെ പാട് കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഡോങ് എവിടെ പോയെന്ന് ഇവർക്ക് അറിയില്ല. ഇവരങ്ങനെ അത് നോക്കി നിൽക്കുന്ന ടീം നമുക്ക് ആ ഒരു ചുവരിലായി ഒരു ഡെവിളിന്റെ ഒരു ഷാഡോ കണക്കും കറക്റ്റ് ആ ഷാഡോയുടെ സെന്ററിലായി ആ ഒരു രക്തത്തിന്റെ ലൈൻ കണക്കും കാണാനായി സാധിക്കും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിന്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്ന ഡോങ് ഇവരെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ഒരുവിധമാണ് അവനിൽ നിന്ന് രക്ഷപ്പെട്ട് മൂൺ ഡോങ്ങിനെ അവിടെ കെട്ടിയിടുന്നത്. എന്തായാലും കൂടെയുള്ള ഒരാൾ മരിച്ചു, ഒരാൾ വളരെ വയലന്റ് ആയി ബാക്കിയുള്ളവരെ കൊല്ലാനായി പെരുമാറുന്നു, മറ്റൊരാൾ അനക്കം ഇല്ലാതെ കിടക്കുന്നു. ഇവരാകെപ്പാടെ പേടിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. ഈ സമയം പാർക്ക് പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങ് എന്തായാലും റിയൽ ആണെന്ന് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലായി. ഇനി ഒരു പക്ഷേ ഈ ചടങ്ങിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അതാണോ ഇങ്ങനെയൊക്കെ ആവുന്നതെന്ന് പേടിയാവുന്നവൾ അവിടെ ഉണ്ടായിരുന്ന ഡോങ്ങിന്റെ ഫോൺ എടുത്ത് അതിൽ ഇത്രയും നേരം റെക്കോർഡ് ചെയ്ത വീഡിയോ പരിശോധിക്കുമ്പോൾ ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ ഡോങ് ചില റൂൾസ് പറഞ്ഞിരുന്നല്ലോ, അതൊന്നും തന്നെ ഇവർ പാലിച്ചിട്ടില്ല. കാരണം സിയോ പെട്ടെന്ന് ഇങ്ങനെ വേർഡായി പെരുമാറാൻ തുടങ്ങിയപ്പോഴേ ഇവര് പേടിച്ച് അവളെ ആ ഒരു കളത്തിന്ന് പുറത്തേക്ക് എടുക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ഇവർ ഈ ഒരു കളത്തിന്ന് പുറത്ത് ഇറങ്ങുന്നതിനും ലാസ്റ്റ് നടുക്കുണ്ടായിരുന്ന സിയോയെ പുറത്തെടുക്കുന്നതിനൊക്കെ ഓരോ റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ തെറ്റിച്ച് ഇവർ പരിഭ്രാന്തിയിൽ അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാകാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ചടങ്ങ് നമ്മൾ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്താലേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറയുന്ന പാർക്ക് ഡോങ്ങിനെയും യുന്നിനെയും ഒക്കെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരും കൂടി ചേർന്ന് ഈ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് യുന്നിന് ചെയ്യുന്നില്ലെങ്കിലും അവളുടെ ബോഡി ഇരുന്ന ആ പൊസിഷനിൽ കൊണ്ട് വെക്കുകയും ഡോങ്ങിനെയും കെട്ടിയ അവസ്ഥയിൽ തന്നെ അവിടെ കൊണ്ട് വെക്കുകയും അങ്ങനെ ബാക്കിയുള്ളവരും കൂടി സെറ്റ് ആയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ആദ്യം ആൻസർ കിട്ടിയ യുന്നിനായിരുന്നല്ലോ, അവളുടെ ക്വസ്റ്റൻ എന്തായിരുന്നു, ആൻസർ എന്തായിരുന്നു നമ്മൾ കണ്ടിരുന്നു. രണ്ടാമതായി ആൻസർ കിട്ടിയത് ഡോങ്ങിനായിരുന്നു. അവൻ എഴുതിയിരുന്നത് അവൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വൈറൽ ആകുമോ എന്ന ക്വസ്റ്റൻ ആയിരുന്നു, അതിന് ആകുമെന്ന ആൻസറും ആയിരുന്നു കിട്ടിയിരുന്നത്. എന്തായാലും അത് കണക്ക് തന്നെ മുന്നേ അവന്റെ ഫോണിൽ നിന്ന് അപ്ലോഡ് ആയ വീഡിയോ കുറെ പേര് കണ്ടതായി നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ. തുടർന്ന് ബാക്കിയുള്ള 3 പേരും കൂടി ആ ഒരു ചടങ്ങ് നടത്തുകയാണ്. എന്തായാലും അവർ ആ ഒരു ചടങ്ങ് ചെയ്യുന്ന ടീം നടുക്ക് വെച്ചിരുന്ന സിയോയ്ക്ക് വീണ്ടും പ്രേതബാധ ഏറ്റ് കണക്ക് അവൾ പെരുമാറുന്നുണ്ട്. ഈ സമയം മരണപ്പെട്ട് പാർക്കിന്റെ അനീത്യ കണക്ക് അവൾ പെരുമാറുമ്പോൾ പാർക്ക് ഒന്ന് പതർന്നുണ്ടെങ്കിലും ഈ ഒരു ചടങ്ങ് അങ്ങനെങ്കിലും നന്നായി അവസാനിപ്പിക്കണം, എന്നാലേ പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് മനസ്സിലുറപ്പിച്ച് അവൾ ആ ചടങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റൂൾസ് എല്ലാം അതേപടി ഫോളോ ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം കുറച്ചു നേരം എല്ലാം നോർമൽ ആയിരുന്നു. ഈ ടീം അവരുടെ ഫോണിലേക്ക് വീണ്ടും നോട്ടിഫിക്കേഷന്റെ സൗണ്ട് വരുമ്പോൾ ഫോണിൽ റേഞ്ച് വന്നു എന്ന് മനസ്സിലാക്കുന്നവർ വേഗം പോലീസിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് മൂണിന്റെ പേരും പരാമർശിച്ച് കോള് കട്ട് ചെയ്യുമ്പോൾ താനിപ്പോ ഹെൽപ്പ് ചോദിച്ച ലൊക്കേഷൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, തന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവർക്ക് തന്റെ പേര് മനസ്സിലായി എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും വീണ്ടും റേഞ്ച് പോകുന്നുണ്ട്. ഈ സമയം എന്തെങ്കിലും സഹായത്തിന് ആൾ വരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് മൂൺ അവൻ ഏറെ നാളായി പാർക്കിനോടുള്ള ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു, ഇപ്പൊ അത് പറയാന്ന്, ഇനി അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് പറയാതെ ലൈഫ് ലോങ് ഇരിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ അത് അവിടെ തുറന്നു പറയുമ്പോൾ പാർക്കും അവൾക്ക് അവനോടുള്ള താല്പര്യം അവിടെ തുറന്നു പറയുന്നു. ഈ സമയം സത്യം പറയാൻ നല്ല പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളതെങ്കിലും അതിനിടയിൽ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ പറ്റിയ സന്തോഷത്തിൽ അവരങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ പുറമെ ഇനി അവിടെ മിന്നും കൂടിയല്ലേ ഉള്ളത്. അവളാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ മാറിയിരിക്കുകയാണ്. കാരണം അവൾക്ക് മൂണിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ മൂൺ ഒരിക്കലും അവളുടെ ഇഷ്ടത്തിന് നല്ലൊരു റെസ്പോൺസ് തിരിച്ചു നൽകിയിരുന്നില്ല. പെട്ടെന്ന് അവിടെ ആ സമയം ലൈറ്റ് പോവുകയും പിന്നെ അവർ നോക്കുമ്പോഴേക്കും ഡോങ് അവിടെ ചോര വാർന്ന് കിടക്കുന്നതുമാണ് കാണുന്നത്. മുന്നേ അവർ ഡോങ്ങിനെ കെട്ടിയിട്ടെങ്കിലും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ മരിച്ചു കിടക്കുന്നത് കണ്ട് അവർ വീഡിയോ റെക്കോർഡ് ചെയ്യാനായി വെച്ചിരുന്ന ക്യാമറ എടുത്ത് നോക്കുന്ന ടീമാണ് ഡോങ് ആ ലൈറ്റ് പോയ ടീം പൊസസായി സ്വയം കഴുത്ത് കീറി മുറിച്ച് അവിടെ മരണപ്പെട്ടതാണെന്നും മനസ്സിലാവുന്നത്. ഇതും കൂടി കാണുമ്പോൾ മിന്നിനാകെ പേടിയാവുന്നുണ്ട്. ആ പ്രേതത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ അതേ ആ ഓർഡറിലാണ് ഇവിടെ ആളുകൾ മരണപ്പെടുന്നത്. ആദ്യം ഉത്തരം കിട്ടിയ യുൻ മരിച്ചു, പിന്നീട് ഉത്തരം കിട്ടിയ ഡോങ് മരിച്ചു, മൂന്നാമതായി തനിക്കാണ് ഉത്തരം കിട്ടിയത്. അപ്പോൾ താനായിരിക്കും ഇനി മരിക്കാൻ പോകുന്നതെന്ന വല്ലാത്ത പേടി മീക്ക് വരുന്നുണ്ട്. അവൾ വേഗം കഥക് തല്ലിപ്പൊളിക്കാനൊക്കെ വീണ്ടും ശ്രമിക്കുമ്പോഴേക്കും മിന്നാകട്ടെ എന്തോന്ന് മനസ്സിലുറപ്പിച്ച് മൂണിനെയും പാർക്കിനെയും അവൾ ആ ഒരു പ്രേതത്തിന് മുന്നിൽ എഴുതി നൽകിയ ക്വസ്റ്റ്യൻ അവരെ കാണിക്കുന്നുണ്ട്. മൂൺ തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അവൻ മറിച്ച് ആരെയായിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നീ അതിൽ എഴുതിയിരുന്നത്.
അതിനൊരു ആൻസറും മീക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് അപ്പൊ അവൾക്ക് മനസ്സിലായില്ല എന്താണ് ആ ഒരു കോഡ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പോ ആ ഒരു കോഡിന്റെ അർത്ഥം പാർക്കിന്റെ പേരാണ് എന്നത് മനസ്സിലാക്കുന്ന മീ തനിക്ക് കിട്ടാത്ത ഒരു ഇഷ്ടം വേറെ ആർക്കും കിട്ടണ്ട, എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിലും ഇതെങ്കിലും ചെയ്തിട്ട് മരിച്ചാൽ മതി എന്ന രീതിക്ക് പെട്ടെന്ന് കയ്യിൽ കെട്ടിയ കത്തിയെടുത്ത് അവരെ അറ്റാക്ക് ചെയ്യാനേ ഒരുങ്ങുന്നുണ്ട്. തന്നെ ഇഷ്ടപ്പെടാത്ത മൂൺ വേറെ ഒരുത്തിയെ ഇഷ്ടപ്പെടണമെന്ന രീതിക്കാണ് അവൾ അവിടെ പെരുമാറുന്നത്. അവളെ തടയാനായി മൂൺ ശ്രമിക്കുമ്പോഴേക്കും അവളാകട്ടെ അവിടെ ഭിത്തിയിലേക്ക് ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം അവിടെ പല ഡോർസും ഓപ്പൺ ആവുന്നു. അത്രയും നേരം അവിടെ അങ്ങനെ രഹസ്യ ഡോർസ് ഉള്ളതായി ഇവർക്ക് മനസ്സിലായിരുന്നില്ല. വേഗം മൂണാകട്ടെ മീയെ അവിടെ കെട്ടിയിട്ട ശേഷം രക്ഷപ്പെടാൻ ഈ ഡോർ വല്ല ഉപയോഗിക്കാവുന്ന അങ്ങോട്ട് നോക്കാനേ പോകുന്നുണ്ട്. ഈ സമയം പാർക്ക് അവിടെ മീയുടെ അടുത്ത് തന്നെ നിൽക്കാണ്. അപ്പോഴേക്കും അകത്ത് പോയിട്ടുണ്ടായിരുന്ന മൂൺ അവിടെ പല എഴുത്തുക്കളും കാണുന്നുണ്ട്. അതിൽ ചിലത് വായിച്ചു നോക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഇവിടെ 6 പേരാണല്ലോ ചടങ്ങ് ചെയ്യാനേ വരുന്നത്. അതിൽ 5 പേരുടെ ജീവൻ ബലി നൽകിയ ആ 6ാമത്തെ ആൾക്ക് അയാൾ ആവശ്യപ്പെടുന്ന ഒരു ജീവൻ തിരിച്ചിവിടുത്തെ ദുരാത്മാവ് നൽകുമെന്ന്. മൂൺ അത് വായിച്ചു തീരുമ്പോഴേക്കും വലിയൊരു നിലവിളി കേൾക്കുന്നു. മീ എന്തെങ്കിലും പാർക്കിനെ ചെയ്തു കാണുമോ എന്ന് പേടിയില്ല. മൂൺ തിരിച്ചെത്തുമ്പോഴേക്കും മീ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. മൂണിന് എന്തെങ്കിലും ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടും മുന്നേ അപ്പോഴേക്കും പാർക്ക് മൂണിന്റെ പുറകിലൂടെ എത്തി അവനെ കൊല്ലുന്നു. ഇവിടെയാണ് വലിയൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ പോയി ഇങ്ങനത്തെ ചടങ്ങുകൾ ചെയ്താൽ, അതായത് 5 പേരെ ബലി നൽകിയാൽ ഒരു ലൈഫ് തിരിച്ചു കിട്ടും എന്നത് മനസ്സിലാക്കുന്ന പാർക്ക് തന്റെ മരണപ്പെട്ട അനീതിയെ തിരിച്ചു കൊണ്ടുവരാമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ പതിയെ കരുന്നേക്കായിരുന്നു. പക്ഷെ അവൾ നേരിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടാതെ ഡോങ്ങിന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവൻ ഇതൊക്കെ ഇളക്കി വിട്ടാ ചെയ്യും, പെട്ടെന്ന് യൂട്യൂബിൽ റീച്ച് ആവാൻ വേണ്ടി അവൻ ഇതായാലും ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഡോങ് വഴി ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോയാലോ, നീ ആയിട്ട് ഇത് ബാക്കിയുള്ള കൂട്ടുകാരുടെ മുന്നേ അവതരിപ്പിക്കും, നിനക്കാവുമ്പോൾ ആളുകളെ കൺവിൻസ് ചെയ്യാൻ ഒരു കഴിവുണ്ടല്ലോ, നീ ഒരു യൂട്യൂബർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ കുത്തിയിളക്കി ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് വിട്ട് ഇവളങ്ങനെ സൈലന്റ് ആയി കാര്യങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. ആക്ച്വലി മരണപ്പെട്ടത് പാർക്കിന്റെ അനീതിയല്ല ചേച്ചിയായിരുന്നു. പക്ഷെ അവളാകട്ടെ ഞാൻ ചേച്ചിയുടെ ചേച്ചിയാണ് എന്റെ അനീതി എന്ന് പറഞ്ഞ് കൊച്ചിലെ തൊട്ട് ചേച്ചിയെ ഏതാണ്ട് അനീതിയെ ടേക്ക് കെയർ ചെയ്യുന്ന കണക്ക് കൊണ്ടു നടന്നതാണ്. ഒരിക്കൽ ബാത്റൂമിൽ കളിക്കുന്നതിന്റെ ഇടയിൽ പാർക്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് തലയിടിച്ച് വീണായിരുന്നു അവളുടെ ചേച്ചി മരണപ്പെട്ടത്. അതിന്റെ വലിയ കുറ്റബോധം അവൾക്കുണ്ടായിരുന്നു. ചേച്ചിയാ മരിച്ചെങ്കിലും അവൾ തന്റെ അനീതി മരിച്ച കണക്കായിരുന്നു പെരുമാറിയത്. കാരണം ചേച്ചി അനീതിയെ കണക്കായിരുന്നല്ലോ അവൾ നോക്കിക്കണ്ടിരുന്നത്. അങ്ങനെ സഹോദരിയുടെ മരണശേഷം പാർക്കിന്റെ അച്ഛനും അമ്മയും വേർപിരിയുകയും അച്ഛൻ രണ്ടാമത് കെട്ടിയ ലേഡിയുടെ മകളായിരുന്നു സിയോ. പറഞ്ഞു വരുമ്പോ പാർക്കിന്റെ സ്റ്റെപ്പ് സിസ്റ്റർ. പക്ഷെ സിയോയെ ഒരിക്കലും തന്റെ നഷ്ടപ്പെട്ട സഹോദരിക്ക് പകരം കാണാനായി പാർക്ക് തയ്യാറായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ഒരു റിച്വലിനെ പറ്റി മനസ്സിലാക്കിയ പാർക്ക് തന്റെ ഫ്രണ്ട്സിനെയും സിയോയും ഉപയോഗിച്ച് എങ്ങനെങ്കിലും തന്റെ സഹോദരിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീക്കിയതാണ്. അങ്ങനെ തന്നെ 4 കൂട്ടുകാരെയും കൊന്ന് ഒടുക്കം അവിടെ ബോധം കെട്ട് കിടന്ന സിയോയെ വെച്ച് ബാക്കി ചടങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യാനായി പാർക്ക് നോക്കുന്നുണ്ട്. സിയോയുടെ ശരീരത്തിലേക്ക് അവളുടെ മരണപ്പെട്ട സഹോദരിയുടെ ആത്മാവിനെ കൊണ്ടുവരാനായിട്ടാണ് പാർക്ക് നോക്കുന്നത്. സിയോ എത്രത്തോളം തന്റെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നതൊന്നും പാർക്ക് അപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല. എന്തായാലും ആ ഒരു ചടങ്ങ് പാർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് സിയോയുടെ ശരീരത്തിൽ തന്റെ നഷ്ടപ്പെട്ട സഹോദരിയെ പാർക്കിന് കാണാനായി സാധിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനായി കഴിയുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന പാർക്കിന്റെ ചോദ്യത്തിന് അവിടെ കിട്ടുന്ന ഉത്തരം എന്റെ അനീതി എനിക്ക് കാണാൻ സാധിക്കുമോന്നല്ലേ അവൾ ക്വസ്റ്റ്യനായി ചോദിച്ചിരുന്നു. അതിന് എസ് എന്നും ആൻസർ കിട്ടിയിരുന്നു. അതേപടി ഇപ്പോൾ കാണാനും സാധിച്ചല്ലോ, പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകാനായി കഴിയില്ല. പക്ഷെ ഈ ഒരു ചടങ്ങ് ചെയ്തത് വഴി ആ ഒരു ദുഷ്ടശക്തിയെ ആ പോർട്ടലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനായി പാർക്കിന് സാധിച്ചു. പക്ഷെ അവൾ വിചാരിച്ച കാര്യം, അതായത് തന്റെ സഹോദരിയെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന കാര്യം അവൾക്ക് അവിടെ നടന്നുമില്ല. ആ ഒരു സ്പിരിറ്റ് ആകട്ടെ വേഗം തന്നെ പുറത്തു കൊണ്ടുവന്ന പാർക്കിനെ തന്നെ അവിടെ കൊന്നുകളയുന്നുണ്ട്. തുടർന്ന് കൂട്ടുകാരെയും കൊന്ന് തന്നെ വളരെ കാര്യമായി കണ്ടിരുന്ന തന്റെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററിനെ കൊന്ന് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ നോക്കിയ പാർക്കിന് അവിടെ ലൈഫ് നഷ്ടപ്പെട്ട് ഒടുക്കം അവൾ പുറത്തു കൊണ്ടുവന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റ് തന്നെ അവളുടെ കഥ കഴിച്ചതും കൂടി കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.